ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹ തടസ്സം മാറാനും ഇഷ്ടവിവാഹം നടക്കാനും പ്രണയസാഫല്യത്തിനും ദാമ്പത്യ ജീവിത വിജയത്തിനും പാർവതി ദേവിയെ ഉപാസിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് മീനപ്പൂരം. പ്രപഞ്ച സൃഷ്ടാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ കൂടിച്ചേരലിൻ്റെ പുണ്യദിനമാണ് മീനത്തിലെ പൂരം നക്ഷത്രം. സതീദേവിയുടെ വിയോഗശേഷം എല്ലാം ത്യജിച്ച് വൈരാഗിയായി മാറിയ ശ്രീപരമേശ്വരനെ കൊടും തപസ് ചെയ്ത് പാർവതീദേവി സ്വന്തമാക്കിയ മീനപ്പൂരം. അതിവേഗത്തിൽ മഹേശ്വര പ്രീതി നേടാൻ കഴിയുന്ന ദിവസമാണ് ഈ മീനപ്പൂരം. ഈ വർഷത്തെ മീനപ്പൂരം വരുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മീനപ്പൂരത്തെക്കുറിച്ചും അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാ ആഗ്രഹങ്ങളുടെയും ദേവനായ കാമദേവനെ തൻ്റെ തപസ് മുടക്കിയതിൻ്റെ രോഷത്തിൽ പരമശിവൻ ഭസ്മമാക്കുകയും പിന്നീട് പാർവതീദേവിയുടെ ആവശ്യപ്രകാരം പുനർജന്മം നൽകുകയും ചെയ്ത ദിവസമാണ് മീനപ്പൂരം. ഈ സവിശേഷ ദിവസത്തെ പ്രാർത്ഥനയ്ക്കും വ്രതാനുഷ്ഠാനത്തിനും അതിവേഗം ഫലസിദ്ധി കൈവരും എന്നാണ് പറയുന്നത്. 2025 ഏപ്രിൽ 10 വ്യാഴാഴ്ചയാണ് ഇത്തവണത്തെ മീനപ്പൂരം വരുന്നത്. ഉമാമഹേശ്വര പ്രീതിക്കായിട്ട് അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി തലേ ദിവസം തന്നെ ഒരിക്കലെടുക്കണം. സാധാരണ വ്രതാനിഷ്ഠകളെല്ലാം തന്നെ പാലിക്കണം. ഈ ദിവസം ഉമാമഹേശ്വരന്മാരെ പ്രീതിപ്പെടുത്തുന്ന വഴിപാട് നടത്തുകയും മന്ത്രങ്ങൾ ജപിക്കുകയുമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും അഷ്ടോത്തര നാമവും ഉമാമഹേശ്വര സ്തോത്രവും ജപിക്കണം. എല്ലാ മാസവും പൂരം പ്രധാനമാണെങ്കിലും മീനത്തിലെ പൂരം ഉത്കൃഷ്ടമാണ്. മീനമാസത്തിലെ പൂരം തുടങ്ങി 7 മാസം പൂരം വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഏത് ആഗ്രഹവും സാക്ഷാത്കരിക്കുമെന്നാണ് വിശ്വാസം. വിവാഹ തടസ്സം മാറാനും ഇഷ്ടവിവാഹം നടക്കാനും മീനപ്പൂരം ഉറപ്പായും സഹായിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട്. പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി ദീർഘകാലം ഉപാസിച്ചെങ്കിലും ഭഗവാനെ തപസ്സിൽ നിന്ന് ഉണർത്താൻ കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിലാണ് ലോകത്തിനു മുഴുവൻ ഉപദ്രവകാരിയായി മാറിയ താരകാസുര നിഗ്രഹത്തിന് ശിവപാർവതി പുത്രജനനം സംഭവിക്കേണ്ടത് അനിവാര്യമായത്. അതിനുവേണ്ടി ദേവന്മാരുടെ നിരന്തരമായ പ്രേരണയാൽ കാമദേവൻ ശിവഭഗവാന് നേരെ പുഷ്പബാണം അയച്ചു. ബാണമേറ്റ് മനസ്സിളകിയ ഭഗവാന്റെ തപസ് മുടങ്ങി. കോപിഷ്ഠനായ ശിവഭഗവാൻ കാമദേവനെ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ചു. പുഷ്പബാണത്തിൻ്റെ ശക്തിയാൽ ഭഗവാൻ ദേവിയിൽ പ്രണയപരവശനായി പാർവതിയെ വിവാഹം കഴിച്ചു. സന്തോഷവതിയായി മാറിയ പാർവതീദേവിയോട് കാമദേവന്റെ ഭാര്യ രതീദേവി തൻ്റെ ഭർത്താവിനെ പുനരുജ്ജീവിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. തുടർന്ന് പാർവതീദേവി ഭഗവാനെ ശാന്തനാക്കിയ ശേഷം കാമദേവനെ ജീവിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഭഗവാൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാമദേവന് പുനർജന്മം ലഭിക്കുകയും താരകാസുര നിഗ്രഹത്തിന് ശിവപാർവതി പുത്രജനനം സംഭവിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെ പ്രപഞ്ചം മുഴുവൻ സുഖവും സന്തോഷവും പ്രതീക്ഷയും തിരിച്ചു കിട്ടി. ഈ ആഹ്ലാദം പങ്കിടാനാണ് മീനപ്പൂരം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് അന്നേ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് വളരെയധികം ഫലം ലഭിക്കും എന്ന് പറയുന്നത്. ഇനി ഉപവാസം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും മീനപ്പൂര ദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലേ ദിവസം ഒരിക്കൽ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കണം. പൂരദിനത്തിൽ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി നെയ്വിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം വെളുത്ത വസ്ത്രം ധരിക്കുന്നത് അത്യുത്തമമാണ്. നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. മുഷിഞ്ഞതോ കീറിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പുതിയ വസ്ത്രങ്ങൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള വെളുത്ത വസ്ത്രം തന്നെ അലക്കി തേച്ച് ഉപയോഗിക്കാവുന്നതാണ്.
ശിവശക്തി പ്രീതിക്കായിട്ട് ഭസ്മവും കുങ്കുമവും ചേർത്ത് തൊടുന്നത് നല്ലതാണ്. ഇനി ക്ഷേത്രദർശനം സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ദമ്പതിമാരുടെ പേരിലും നാളിലും ഐക്യമത്യ സൂക്ത അർച്ചന സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മീനപ്പൂരം മുതൽ 7 മാസം പൂരവ്രതം അനുഷ്ഠിച്ചോളൂ. എല്ലാത്തിനും ഉറപ്പായിട്ടും മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും വ്രതമനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണതയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.